പ്രൈസ് ലോർഡ്. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. 20ാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന, ദൈവിക ആലോചനകളെ കേൾക്കുന്ന, നമ്മൾ ശക്തി പ്രാപിക്കുന്ന, പിശാച് നമ്മുടെ കണ്ണുനീരും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായി ഒരുക്കി വെച്ച പദ്ധതികളെ ജയിക്കുന്ന, മുന്നേറ്റത്തെ തടയുവാൻ തക്കവണ്ണം കെട്ടി ഉയർത്തിയ മതിലുകളെ ചാടിക്കടക്കുവാൻ ശക്തി പ്രാപിക്കുന്ന, ആ ഓർത്ത് കരയുന്ന അനുഭവങ്ങൾക്ക് അറുതി വരുത്തി ആർത്തിച്ചിരിക്കുന്ന പുതിയ സീസണിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഒരുങ്ങിയായിരിക്കുന്ന ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം. ഇനിയുമുണ്ട് മുൻപിൽ ദിവസങ്ങൾ. പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും, അനേകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ദിവസവും അര ദിവസവും ആഴ്ചകളും ഒരു മാസം മുഴുവനുമൊക്കെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ചായിരിക്കുന്നുണ്ട്. അതുപോലെ ഉപവസിക്കുവാനും കഴിഞ്ഞ വർഷങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളിൽ പ്രാപിച്ചവരെ പോലെ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ഒരാലോചന, അതെ, അത് നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നിൻ്റെ വീട്ടിൽ ഒരത്ഭുതം നടക്കും. വിശ്വാസമാണോ? ഓക്കെ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ഇന്ന് നിൻ്റെ വീട്ടിനകത്ത് ഒരത്ഭുതം നടക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കൂ. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഒരു വ്യക്തിയെ കാണുന്നു. തുടർന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അതിനും ഏകദേശം 10-2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിന് 2000 വർഷം പഴക്കമുള്ള പ്രായമുള്ള ഒരു മകനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും വിധത്തിൽ യേശു പറയുന്നു, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്. ആമേൻ. അബ്രഹാമിന് സാറയിൽ ജനിച്ച മകൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വിശ്വാസികളുടെ പിതാവെന്ന അബ്രഹാമിൻ്റെ വിശ്വാസിയായ മകൻ. നമ്മളൊക്കെ വിശ്വാസികൾ എന്നതിലെ അബ്രഹാമിൻ്റെ മക്കളാണ്. നോക്കൂ, വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിനകത്ത് യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിനകത്ത് രക്ഷ വന്നിരിക്കുന്നു. അന്ന് വരെ ഇല്ലാത്ത വ്യത്യസ്തമായൊരു അനുഭവം സക്കായി എന്ന ചുങ്കക്കാരൻ്റെ വീട്ടിനകത്ത് സംഭവിക്കുവാൻ പോകുന്നു. ആമേൻ. 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, 19-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, സക്കായി എന്ന് പറയുന്ന ഒരു ചുങ്കക്കാരൻ കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ഒരു അത്തിയുടെ ഇടയിൽ, ആ വൃക്ഷത്തിൻ്റെ ഇലകൾക്കിടയിൽ കയറി പതുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണമേ, അത്തി കണ്ടിട്ടുള്ളവർ ഒരു നിമിഷം അത്തിയൊന്ന് ഓർത്ത് നോക്കിയേ. അത്തിയുടെ ഇല വലിയ ഇലയാണ്. വലിയ ഇലയായതുകൊണ്ടാണ് തോട്ടത്തിൽ അത്തിയില കൊണ്ട് അവർ ഉടയാട ഉണ്ടാക്കി ഉടുത്തത്. നിങ്ങൾ തിരിച്ചറിയുക, അവിധത്തിൽ വലിയ ഇലയുള്ള അത്തി. ആ അത്തി ഇങ്ങനെ പടർന്ന് പന്തലിച്ച്, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിയേ. ചെടി നഴ്സറിയിൽ ചട്ടിക്കകത്തിരിക്കുന്ന അത്തിയെ ഓർത്തിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കരുത്. അല്ലാതെ തറയിൽ നട്ട് വളർന്നു നിൽക്കുന്ന അത്തി. ഈ അത്തിയുടെ ഇടയിൽ ഒരുത്തൻ ഇരുന്നാൽ സാധാരണ ആർക്കും കാണാൻ പറ്റത്തില്ല. അവിധത്തിൽ മറഞ്ഞിരിക്കുവാൻ കഴിയുന്ന സ്ഥലം. ഞാനിങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു, അങ്ങനെ ആർക്കും ഒന്നിനും നിന്നെ മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല എൻ്റെ യേശുവിൻ്റെ കണ്ണിന് മുൻപിൽ നിന്ന്. നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നതിന് തടസ്സമായി, നിൻ്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ആ പ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി സാഹചര്യങ്ങൾക്കോ ലോകത്തിനോ മനുഷ്യനോ പിശാചിനോ നിന്നെ മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. സഹോദര, ആരും എന്നെ കാണുന്നില്ല, ആരും എന്നെ അറിയുന്നില്ല, എനിക്ക് ആരെയും കാണണ്ട, എനിക്കൊന്നും അറിയണ്ട, കരഞ്ഞു തളരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ യേശു നിന്നെ കാണുന്നുണ്ട്. ഓ റീധാബ ഷേഖേനെ. ആമേൻ. സഹോദരി, വേണ്ട പാസ്റ്റർ, എന്നെ ആരും കാണണ്ട, എന്നെ ആരും കേൾക്കണ്ട, എൻ്റെ സങ്കടം. നോ, എൻ്റെ യേശു നിന്നെ കാണുന്നുണ്ട്. ആമേൻ. അവരാരും കാണാതിരുന്നത് കൊണ്ട്, പ്രിയ മാതാവേ, അവരാരും നിന്നെ ഓർക്കാതിരുന്നത് കൊണ്ട് നീ വിസ്മൃതിയിൽ തള്ളപ്പെട്ടു പോകുവാൻ ഇടവരത്തില്ല. എൻ്റെ യേശു നിന്നെ കാണുന്നുണ്ട്. ആർക്കും വേണ്ടാതെ ആ രോഗക്കിടക്കയിൽ നീ ഒടുങ്ങിത്തീരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. എൻ്റെ യേശു നിന്നെ കാണുന്നുണ്ട്. മാറ്റി നിർത്തപ്പെട്ടവളായി, ഒഴിവാക്കപ്പെട്ടവളായി പാത്തിരിക്കുന്ന സ്ഥാനത്ത് കടക്കാരുടെ കണ്ണിൽപ്പെടാതെ
നിന്നെ നിന്ദിക്കുന്നവരുടെ, അപമാനിക്കുന്നവരുടെ, നിൻ്റെ പരാജയത്തിൻ്റെ കണക്ക് പറയുന്നവരുടെ മുമ്പിൽ പെടാതെ, പാത്തിരിക്കുന്നവരുടെ കണ്ണിൽ പെടാതെ നീ ഒളിച്ചിരിക്കുന്നിടത്ത് എൻ്റെ യേശു നിന്നെ കാണുന്നുണ്ട്. നീ പുറത്തു വരുവാൻ പോകുക. ആ പതുങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഇനിയും കടക്കാരനായി ഒളിച്ചിരിക്കുവാൻ, ഇനിയും കൈനീട്ടി വാങ്ങിയവരെ കണ്ട് ഒളിച്ചിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും നീ ചെയ്യേണ്ടത് ചെയ്യുവാൻ കഴിയാതെ മറ്റുള്ളവർക്കൊരു ഭാരമായി മറഞ്ഞിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒളിച്ചിരിക്കുന്ന നിന്നെ മെയിൻ സ്ട്രീമിലേക്ക് എൻ്റെ യേശു കൊണ്ടുവരിക. അപ്പോൾ നോക്കും, മറഞ്ഞിരുന്നവൻ അവൻ സീനിൽ വന്നു. അവൻ ആരും കാണണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നതാണ്. കയ്യിലിരിപ്പുണ്ട. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒളിച്ചിരിക്കേണ്ടി വരുന്നത് കയ്യിലിരിപ്പുണ്ട. അവൻ ലോകം അത് പറഞ്ഞ് നിന്നെ ആക്രമിക്കും, വേട്ടയാടും. അത് മക്കളായാലും ഭാര്യയായാലും പ്രിയപ്പെട്ടവരായാലും എല്ലാം അവസരം കിട്ടിയാൽ വിടത്തില്ല. കയ്യിലിരിപ്പിൻ്റെ ഫലമാണ്. ഇപ്പം എങ്ങനെ ഇരിക്കണം എന്ന് പറയും. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകും, എങ്കിലും 2 കുത്തുകൂടെ തരും. അല്ലേ സഹോദരി? അയ്യോ, ഭയങ്കര സങ്കടം. നീ സങ്കടപ്പെടണേ. ആമേൻ. നോക്കൂ, അപ്പോൾ പുള്ളി മറിഞ്ഞിരുന്നു. യേശു അവനെ പുറത്തു കൊണ്ടുവന്ന് ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ അങ്ങ് നിർത്തി. യേശു അവനെ വിളിച്ചിറക്കി. മറിഞ്ഞിരുന്ന ആ സ്ഥാനത്ത് നിന്ന് വിളിച്ചിറക്കി. ആരും കാണാതെ ഇരുന്നതാണ്, പക്ഷേ യേശു അവനെ വിളിച്ചിറക്കി. ചിലരൊക്കെ യേശു വിളിച്ചിറക്കിയ നിന്നോടൊപ്പം യേശുവിന് യാത്ര ചെയ്യുവാനും നിൻ്റെ ഇന്നത്തെ ജീവിതത്തെ മാറ്റുവാനുമായി. ഇന്ന് നിന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് പരാതി മാത്രമേ പറയാനുള്ളൂ, നല്ലതൊന്നും പറയാനില്ല. കയ്യിലിരിപ്പുണ്ടാകാം, സാഹചര്യം കൊണ്ടാവാം. അല്ലേ സഹോദര, സഹോദരി? അതങ്ങനെയാണ്. ആമേൻ. പക്ഷേ നല്ലത് കേൾക്കുവാൻ ഭാഗ്യമില്ലാതെ പോയ, നല്ലത് പറയുവാൻ, നല്ലതൊന്നും കൊടുക്കുവാൻ കഴിയാതെ പോയ നിന്നെ യേശു വിളിച്ചിറക്കുക. യേശുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടി റെഡിയാണോ? എൻ്റെ യേശുവിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് റിഥാഭാഷേഖനും യേശുവുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയായി മാറുവാൻ. ആമേൻ. വിളിച്ചിറക്കിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് പോകുന്നതല്ല കേട്ടോ യേശു. ആമേൻ. പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ലോകം അങ്ങനെ വിളിച്ചിറക്കി നൈസായിട്ട് വിളിച്ചിറക്കും, എന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ യേശു അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ വിളിച്ചിറക്കി ഇട്ട് കൊടുത്തിട്ട് പോകുന്നവനല്ല. യേശുവിൻ്റെ കൂടെ അങ്ങ് പോയി. എല്ലാവരും അങ്ങ് മൂക്കത്ത് വരുള്ളൂ വെച്ചു. അയ്യോ, ഇവൻ്റെ കൂടെ ഈ മഹാഭാവിയുടെ അടുത്ത്. പുള്ളി ഒരു സർക്കാർ ജോലിക്കാരനാണ്, ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ ടാക്സ് കളക്ടർ എന്നൊക്കെ പറയാം. പക്ഷെ അന്ന് ചുങ്കക്കാരന്മാരെ ഇത്തിരി കുഴപ്പക്കാരാണ്. ഇപ്പം ബൈബിൾ ഭാഷ അനുസരിച്ച് ചുങ്കക്കാരനും വേശ്യമാരും പാപികളുടെ പര്യായമായിട്ട് പറഞ്ഞിരിക്കുന്ന പദമാണ്. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ രാജാവ് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് ചുങ്കം പിരിക്കാൻ വേണ്ടി. അപ്പോൾ 10% സർക്കാരിനെങ്കിൽ ഒരു 30% ഇവർ കൂടുതലായിട്ട് പിരിച്ച് ഇവരങ്ങെടുക്കും. ആമേൻ. സ്തോത്രം. ഖജനാവിൽ പോകുന്നതിനേക്കാളും ഇവരുടെ വീട്ടിലോട്ടാണ് വയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ സാഹചര്യമാണ്. അങ്ങനെ അനധികൃതമായിട്ട് കവർന്നെടുക്കപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. പറ്റിച്ചും പറഞ്ഞും സോപ്പിട്ടും നിയമത്തിൻ്റെ പിൻബലത്തിലും പലതും കവർന്നെടുത്തു. ആ സങ്കടത്തിലായിരിക്കുന്നുണ്ടോ? കേൾക്ക്. ആ കവരപ്പെട്ടതിനെ എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ഇവൻ യേശുവിനെ കണ്ടെത്തി, മീൻസ് ഇവനെ യേശു പിടിച്ചിറക്കിയ ഉടനെ ഇവൻ പറയും, യേശുവേ, ഞാൻ കവർന്നെടുത്തതെല്ലാം അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം, ഇനി ഒരു പ്രശ്നമില്ല, കോംപ്രമൈസ് ആക്കാം. ആമേൻ. ചിലരൊക്കെ കോംപ്രമൈസ് ടോക്കിന് വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. സഹോദരി പ്രാർത്ഥിക്കും. സഹോദര, നിന്നിൽ നിന്ന് കവരപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത് തിരികെ വരുവാൻ പോകുക. ഇനിയും അതിനെ പിടിച്ചു വയ്ക്കുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. തീർന്നില്ല. കവർച്ചക്കാരൻ ദാനശീലനായി ആ വീട്ടിന് രക്ഷയും വന്നു. ആമേൻ. നീ പുറത്തു വരും, നിൻ്റെ വീട് രക്ഷപ്പെടും, എൻ്റെ യേശു നിന്നോടൊപ്പം വരും. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ? ഈ ഉപവാസവും പ്രാർത്ഥനയും എന്തിനാണെന്ന് ചോദിച്ചാൽ നിൻ്റെ ലൈഫ് മാറുവാൻ വേണ്ടിയാണ്. 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിവർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി. ഇന്നായിരിക്കുന്ന അവസ്ഥ മാറി ചില നഷ്ടങ്ങളെ തിരികെ പിടിച്ച് പുറത്ത് വന്ന് അഭിമാനത്തോടെ നിൽക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ, 2026 അതുണ്ടാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അതിനവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ അറിയാമല്ലോ, എല്ലാ ദിവസങ്ങളും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്ക് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമുണ്ട്. ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ആ മെസ്സേജ് ലഭ്യമാണ്. ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് വിജി ലീഡ് ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുണ്ട്. ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ. വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന. ലൈവായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. കടന്നു വരാൻ കഴിയുന്നവർ കടന്നു വരിക. എവിടെ നിന്നോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ഓഫ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്
അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, ഞായറാഴ്ച 10 മണിക്ക് സഭാരാധനയുണ്ട്, വന്ന ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്കടുത്ത് നമ്മുടെ തൂങ്ങാമ്പാറ കഴിഞ്ഞ് കൊറ്റമ്പള്ളിക്കും അമ്പലത്തിൻകാലയ്ക്കും ഇടയ്ക്ക് ഒരു പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ളവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, ദൈവികമായത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നു. നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ നല്ല ദൈവം, ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറി പല നിലകളിൽ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് പോയവർ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ. ഓ ഷബാല റാധൂറിയ ശമന, ഇവർ ഒളിച്ചിരിക്കുന്ന പാത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇവരെ പുറത്തിറക്കി ഇവരുടെ ലൈഫിനെ അങ്ങ് മാറ്റണമേ. ഇവരുടെ ഭവനത്തിനകത്തൊരു അത്ഭുതം നടക്കട്ടെ. ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ആ ഭവനത്തിനകത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. ഭവനത്തിനകത്ത് അത്ഭുതം സംഭവിക്കട്ടെ. ആ ഭവനത്തിനകത്ത് ഉറക്കമില്ലാതെ കരയുന്നവർ ഉറങ്ങട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ഭവനത്തിലെ കടം മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവേ, ഭവനത്തിനകത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സഹോദരൻ സഹോദരി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലി ഉണ്ടാകട്ടെ. മക്കൾക്ക് വേണ്ടിയുള്ള ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനത്തിലെ കടം മാറട്ടെ. പലിശക്കടങ്ങൾ ജപ്തി നടപടികൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. കലഹങ്ങളും കലക്കങ്ങളും മാറിപ്പോകട്ടെ. പ്രാർത്ഥന ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങളുണ്ടാകട്ടെ. അപ്പോൾ വിദേശ യാത്രകൾ ഒരുങ്ങപ്പെടട്ടെ. യേശുവേ, രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഭവനത്തിൻ്റെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. ഭവനത്തിൻ്റെ മുറ്റത്ത് വാഹനങ്ങൾ ഉണ്ടാകട്ടെ. അതിരുകൾ വിശാലപ്പെടട്ടെ. എല്ലാ നന്മകളും ഇവരുടെ ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരും ഇവരുടെ ഭവനവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനത്തിനകത്ത് ഇന്നൊരത്ഭുതത്തെ സ്വർഗ്ഗമങ്ങ് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ ഭവനത്തിൻ്റെ കരച്ചിലിനെ സ്വർഗ്ഗമങ്ങ് മാറ്റണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കണ്ട, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാൻ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാൻ നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.